ആദ്യമായിട്ട് ഈ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് മൈ ബോഡി മൈ ഡ്രസ് മൈ ചോയ്സ്, അന്നൊരു സാരി ലുക്ക് ആയിരുന്നു. ആ ഒരു ലുക്കിലേക്ക് എങ്ങനെ എത്തിയത് അതും കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ അത് ആക്ച്വലി ഈ പറഞ്ഞ പ്രാൻഷു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ പയ്യൻ 16 വയസ്സുള്ള ആള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് മേക്കപ്പും സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന്റെ ബുള്ളിങ് കാരണം പൊതുവെ നീ ഒന്നും കാണായിട്ട് നടക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് നടക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഭയങ്കര എനിക്കും ഷോക്കിംഗ് ആയിരുന്നു. കാരണം 4 ചുമരുകൾക്കുള്ളിലിരുന്ന് നമ്മളിടുന്ന ഒരു കമന്റ് ഒരാളുടെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ പോക്ക് എങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചിലർ പറയും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടാൻ എനിക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഒരിക്കലും ഇല്ല. അവരവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രണ്ടാമതൊരാളെ ബാധിക്കാത്ത രീതിയിലാണ് അവരുടെ സ്വാതന്ത്ര്യം എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവരെ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതെല്ലാം കഥകളും നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങളും ആവുന്നത്.